ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 5 വാക്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗവും 6 വാക്യവും ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 64 വേർഡ് 6. ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ. ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുന്നു. ഒരു വലിയ ചോദ്യം, നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള ചോദ്യവും മനുഷ്യന് സ്വയമേ ഉത്തരം കണ്ടെടുക്കുവാൻ കഴിയാത്തതുമായ ചോദ്യമാണ് 5 വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ വായിച്ചത്. നാം കണ്ടതിങ്ങനെയാണ്, ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഏതു തരത്തിലും അവരനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരയേറുന്നതിനെയാണ് രക്ഷ എന്നുള്ള പദം കൊണ്ട് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ചിന്തയും അങ്ങനെ തന്നെ നമുക്കൊന്ന് എടുക്കാം. ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? ആ ചോദ്യം അവിടെ ചോദിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രക്ഷ എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 6 വാക്യത്തിൽ 4 പ്രത്യേക കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് ആര് ചോദിക്കുന്ന ചോദ്യമാണ് എന്നുള്ളത് 6 വ്യക്തമാക്കുന്നുണ്ട്. നോക്കുക, 6 വാക്യത്തിന്റെ 1 ആശയം ഇതാണ്: ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു. അപ്പോൾ രക്ഷ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആർക്ക്? അശുദ്ധരായി തീർന്ന ഞങ്ങൾക്ക് ഒരു രക്ഷ ഉണ്ടാകുമോ? ഞങ്ങളുടെ ജീവിതം അശുദ്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അശുദ്ധിയോടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെയാണ് രക്ഷയുണ്ടാകുന്നത് എന്ന ചോദ്യം അവിടെ പ്രസക്തമായിരിക്കുന്ന ചോദ്യമാണ്. 2 പറയുകയാണ്, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ അശുദ്ധിയിൽ നിന്ന് കരകയറുവാൻ കഴിയാത്ത ഒരു മനുഷ്യനും വീണ്ടും ആ വ്യക്തികളുടെ നീതി പ്രവൃത്തികളെ സംബന്ധിച്ച് പറയുകയാണ്, കറപുരണ്ട തുണി പോലെ ആയിത്തീർന്നിരിക്കുന്നു. നമുക്കറിയാം, കറപുരണ്ട തുണിയിലെ കറ മാറ്റിക്കളയുവാൻ കഴിയാത്തതുപോലെ ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ നീതി പ്രവൃത്തികൾ അത്തരത്തിൽ ആയിത്തീർന്നിരിക്കുന്നു. ധാരാളം നീതി പ്രവൃത്തികൾ അവർ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ നീതി പ്രവൃത്തികൾ സ്വർഗത്തിലെ ദൈവത്തിന് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. കാരണമെന്ന് പറയുന്നത്, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവരുടെ പുറമേയുള്ള കൈകളാൽ ചെയ്യുമ്പോൾ ആന്തരികമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ദൈവവുമായിട്ടില്ല. അപ്പോൾ കറപുരണ്ട തുണികൾ പോലെയാണ് അവരുടെ നീതി പ്രവൃത്തികൾ. 3 അവരെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. അതെന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ക്ഷണികമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥയാണ്. ഞങ്ങൾ ഇല പോലെ വാടിപ്പോവുകയാണ്. ഞങ്ങളുടെ ജീവിതം താൽക്കാലികമാണ്. വളരെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന, വാടിക്കൊഴിഞ്ഞു പോകുന്ന പൂവിന് സമമാണ് ഞങ്ങളുടെ ജീവിതം. 4 പറയുകയാണ്, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുന്നു. അപ്പോൾ അവരുടെ അകൃത്യങ്ങളുടെ വലിപ്പം പറയുക, അത് ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വീണ്ടും അകൃത്യങ്ങൾ ചെയ്തു കൂട്ടുന്നവരായി തീർന്നുകൊണ്ടിരിക്കുക. ഈ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നാം 5 വാക്യത്തിന്റെ ഒടുവിൽ വായിച്ച വാക്യവുമായിട്ടൊന്ന് ചേർത്ത് വെക്കുക. ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ആർക്ക്? അശുദ്ധരായി തീർന്ന, നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെ ഇരിക്കുന്ന, ഇല പോലെ വാടിപ്പോകുന്ന ക്ഷണികമായ ജീവിതമുള്ള, അകൃത്യങ്ങൾ അതികഠിനമായി തീർന്നിരിക്കുന്ന ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന് മുമ്പാകെ ഉത്തരം കൊടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇങ്ങനെ ഒരു വ്യക്തിയെ ആർക്കാണ് രക്ഷിക്കുവാനായിട്ട് കഴിയുന്നത്? ഇങ്ങനെ പാപം മാത്രം ചെയ്ത് അശുദ്ധിയിൽ ജീവിക്കുന്ന, കറപുരണ്ട തുണികൾ പോലെ നീതിപ്രവൃത്തികളുള്ള, ക്ഷണികമായ ജീവിതമുള്ള മനുഷ്യനെ ആർക്കാണ് വേണ്ടിയത്? അങ്ങനെയുള്ളവരെ ആർക്കാണ് രക്ഷിക്കുവാൻ കഴിയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഇതെന്റെയും നിങ്ങളുടെയും ഒരു ചിത്രമായിരുന്നുവല്ലോ. പാപത്തിന്റെ അഴുക്ക് ചാലുകളിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചവരായിരുന്നു. ഒരു കുഷ്ഠരോഗി പാളയത്തിന് വെളിയിലൂടെ ആരെങ്കിലും നടന്നു വരുന്ന കാണുമ്പോൾ അശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പാളയത്തിന് വെളിയിലേക്ക് മാറി മാറി അകന്നു പോകുന്നത് പോലെ അശുദ്ധി നമ്മുടെ ഹൃദയാന്തർഭാഗത്തുണ്ടായിരുന്നു. പാപത്താൽ നിബിഡമായിരുന്ന ജീവിതം നാം നയിച്ചവരായിരുന്നു. അങ്ങനെയുള്ള നമ്മുടെ ജീവിത സാഹചര്യത്തിലും നമുക്കൊരിക്കൽ പോലും രക്ഷ വരുവാൻ സാധ്യതയില്ലായിരുന്നു.
നമ്മെ രക്ഷിക്കുവാൻ ആരുമില്ലായിരുന്നു. നമ്മുടെ പ്രവൃത്തികളും വളരെ മോശമായിരുന്നു. നമ്മൾ ക്ഷണികരായിരുന്നു. മാത്രമല്ല, നാമും നമ്മുടെ ജീവിതത്തിൽ അകൃത്യങ്ങൾ അനവധിയായിട്ട് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയവരായിരുന്നു. രാവിലെ ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? യെസ്, ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഈ നിലയിൽ ജീവിച്ച് നമ്മോട് സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ചു. അവിടുന്ന് നമ്മെ രക്ഷിച്ചു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലിരുന്ന നമുക്ക് അവിടെ നിന്ന് മോചനം തന്ന് ഒരു രക്ഷ പ്രാപിപ്പാനിടയായിട്ട് തീർന്നത് നമ്മുടെ പ്രവൃത്തികളാലല്ല, അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രം. ഇന്ന് പ്രഭാതത്തിൽ ആ നിസ്തുല്യമായ കൃപ നമ്മോട് കാണിച്ച ദൈവത്തിന് നമുക്ക് സകല മഹത്വം അർപ്പിക്കാം. ഇത്തരത്തിൽ ജീവിച്ച നമ്മുടെ ജീവിതത്തെ മാറ്റി ദൈവമക്കളാക്കിയ ആ ഉന്നതമായ സ്നേഹത്തിന് മുമ്പാകെ സകല മഹത്വം അർപ്പിക്കാം. അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ വലിയൊരു നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. വിശുദ്ധനാം നിന്നുടെ പൈതലാക്കി, അശുദ്ധയായിരുന്നോരെന്നെ വിശുദ്ധനാം